പക്ഷെ അതിനെക്കുറിച്ച് ശ്രദ്ധ വേണം. ഇരിക്കാം. പണിപ്പുരയിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ 2-3 പേരുണ്ടല്ലോ. കൈവക്കിയ ആൾക്കാർ ആരൊക്കെയാണത്? എന്താണ് പണിപ്പുരയെ പറ്റി ഒന്നും അറിയില്ല, എന്താണ് അവിടെ പോയാൽ സംഭവിക്കുന്ന അറിയില്ല, എന്തുകൊണ്ടാണ് വേണ്ടാന്ന് വെച്ച്? പണിപ്പുര പോയിട്ടുണ്ടെങ്കിലും പണി കിട്ടിയടാ തിരിച്ചു വരുന്നത്. അതെ, ഒന്നും കിട്ടുന്നില്ല അവിടെ, അതുകൊണ്ടാ. ഇതൊരു ഗെയിമല്ലേ? അതെ, ബിൻസിയൊക്കെ ഇല്ലേ എന്ന പണിപ്പുര പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞേ? ഞങ്ങൾക്ക് പോകാൻ അവസരം കിട്ടിയ ആളുകളായിരുന്നു ഞങ്ങൾ. അതെന്താ അങ്ങനെ പോകണ്ടെന്ന് വെച്ച കാര്യം? ഇല്ല ലേട്ടാ, ഞങ്ങൾക്ക് കുറച്ചുപേർക്ക് ഞങ്ങളുടെ നോമിനേഷൻ ഇല്ലാത്ത കാരണം ഞങ്ങൾക്ക് അവസരം കിട്ടി പണിപ്പുര പോകാനായിട്ട്. അപ്പം എല്ലാരും കൂടി തീരുമാനിച്ച് കുറച്ചുകൂടെ ആദില നൂറ പോകുന്നതായിരിക്കും, അക്ബറിക്ക പോകുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിച്ച് അവരെ വിട്ടത്. പറയണ്ടേ ഞാൻ വേണമെങ്കിൽ പോകാന്ന് പറയാനുള്ള ഒരു അതെന്താ തീരുമാനം എടുക്കാത്തത്? അങ്ങനെ ഒരു ഗെയിമല്ലേ ഇത്? അപ്പൊ വേറൊരാൾക്ക് വേണ്ടി മാറിക്കൊടുത്തിട്ട് എന്താ സംഭവിക്കുന്ന അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ് ആയിരുന്നു അത്. അങ്ങനെയല്ല ലേട്ടാ, യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ എടുത്തോണ്ട്. എന്താണ് പോകാൻ പ്രയാസം? ലാലേട്ട, ഇവിടെ ഏറ്റവും കൂടുതൽ ഡ്രസ്സിന്റെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് നിവിൻ ചേട്ടനായിരുന്നു. അപ്പൊ ഞാൻ നിവിൻ ചേട്ടനായിരുന്നു വോട്ട് ചെയ്തത്, നിവിൻ ചേട്ടൻ പോട്ടെ എന്നുള്ള രീതിയിൽ. കാരണം രണ്ടാമത്തെ നമ്മുടെ ഡ്രസ്സ് എല്ലാവർക്കും അടിപൊളിയല്ല എന്നാലും കുഴപ്പമില്ലാത്ത ഡ്രസ്സായിരുന്നു. അപ്പൊ നിവിൻ ചേട്ടന് കിട്ടിയത് നമ്മുടെ സ്കൂൾ യൂണിഫോം പോലെ തന്നെ. അപ്പൊ പാവത്തിന് ഭയങ്കര വിഷമായിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് നിവിൻ ചേട്ടൻ പോട്ടെ. വേറൊരാളുടെ വിഷമത്തിൽ സങ്കടപ്പെട്ടിട്ട് കളിക്കാൻ വന്നതാണോ? അല്ല, ഞങ്ങൾ രണ്ടുപേരും പോയാൽ കുറെ സാധനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ. ഇതൊരു ഗെയിമാണ്. ഈ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് മാറി നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പോണേ. അപ്പൊ ഗെയിം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന